അപ്പോഴാണ് പുരുഷ സൂക്തത്തിൽ ഇത് പറയുന്നത്. പുരുഷ സൂക്തത്തിൽ പറയാണ്, യത് പുരുഷം വ്യദതുഹു കതിത വ്യകൽപയൻ മുഖം കിമസ്യ കൗബാഹു കാ ഊരു പാദ ഉച്ഛേദേ എന്ന് പുരുഷ സൂക്തത്തിലെ 12ാമത്തെ അല്ല, എത്രാമത്തെയാണ്? 11ാമത്തെ മന്ത്രമാണ്. പുരുഷ സൂക്തത്തിൽ 11ാമത്തെ മന്ത്രമാണ്. അപ്പോ പുരുഷ സൂക്തം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠ ദശാങ്കുലം എന്ന് തുടങ്ങുന്നതാണ് പുരുഷ സൂക്തം. അതിൽ ചോദിക്കുകയാണ്, ഈ പറയുന്ന വിരാട് പുരുഷൻ, ആ വിരാട് പുരുഷന്റെ മുഖം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വിരാട് പുരുഷന്റെ മുഖം എന്താണ്? പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ബാഹു എന്താണ്? കൗബാഹു, ബാഹുക്കൾ ഏതാണ്? കാഊരു, ഊരുക്കൾ എന്താണ്? കൗ പാദവും ഉച്ഛേദേ, അദ്ദേഹത്തിന്റെ പാദങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ആ പുരുഷന്റെ മുഖം എന്താണ് എന്നാണ് ചോദ്യം. അതിന് 12ാമത്തെ മന്ത്രത്തിൽ പറയുന്നു, ബ്രാഹ്മണോ അസ്യ മുഖം ആസീത് എന്നാണ്. ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ മുഖം ആയിത്തീർന്നു എന്നാണ്. അല്ലാതെ എന്തല്ല, ബ്രാഹ്മണൻ മുഖത്ത് നിന്ന് ഉണ്ടായി എന്നല്ല. എല്ലാ മനുഷ്യരും ഒരേപോലെ എവിടെ നിന്നാണ്? പാദത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. തന്നെയുമല്ല, അവിടെ പിന്നെയും പറയുന്നുണ്ട്, ചന്ദ്രമാ മനസോ ജാതഃ സൂര്യശ്ചക്ഷോരജായത മുഖാദിന്ദ്രശ്ച വന്നിശ്ച പദ്ഭ്യാം ഭൂമിരജായത. ഭൂമി വരെ ഉണ്ടായത് എവിടുന്നാണ്? പാദത്തിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യരും ഉണ്ടായത് പാദത്തിൽ നിന്നാണ്. എന്നിട്ട് അതിൽ എന്ത് ചെയ്തു? ബ്രാഹ്മണഃ അസ്യ മുഖം ആസീത്, ബ്രാഹ്മണൻ അദ്ദേഹത്തിന് മുഖമായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നവരായി. നമുക്ക് നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിൽ നിരവധി അംഗങ്ങളുണ്ട്. ആ എല്ലാ അംഗങ്ങളും പാർട്ടിയുടെ വക്താക്കളല്ല. വക്താക്കളാകുന്നവരാരാണ്? അതിൽ പറയാൻ സാമർഥ്യമുള്ള ആളുകളെയാണ് വക്താക്കളാക്കി വെക്കുക. തന്നെയുമല്ല, പാർട്ടിയുടെ നയങ്ങളെയും തന്ത്രങ്ങളെയും വ്യക്തമായി കർമ്മ പദ്ധതികളെയും വ്യക്തമായി അറിയുന്ന ആളെയാണ് അതിന് മുഖമാക്കുക. മുഖം എന്ന് പറഞ്ഞാൽ അതിന് വക്താവ് എന്നാണ് അർത്ഥം. അപ്പൊ അത് പറയുന്നതിന് ബ്രാഹ്മണോ അസ്യ മുഖം ആസീത് ബാഹു രാജന്യകൃതഃ. കൃതഃ എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അവന്റെ ബാഹുക്കളാക്കി. ആരെ? രാജന്യനെ. രാജന്യൻ രാജാവ്, ഭരണം നടത്തുന്നവൻ, ക്ഷത്രിയൻ, ക്ഷതങ്ങളിൽ നിന്ന് ജനങ്ങളെ ത്രാണം ചെയ്യുന്നവൻ, രക്ഷിക്കുന്നവൻ, അതിന് തക്കതായ ബാഹുബലം ഉള്ളവൻ, കരുത്തുള്ളവൻ. കരുത്തുള്ളവനെ എന്താക്കി തീർത്തു? കൈയാക്കി തീർത്തു എന്നാണ്. പിന്നെയാണ് ഊരു. ഊരു തദസ്യ യദ്വൈശ്യഃ, വൈശ്യനെ ഊരുവാക്കി തീർത്തു. ഊരു എന്ന് പറഞ്ഞാൽ തുടകൾ എന്നാണ് അർത്ഥം. അതിന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത എന്ന് ശരിക്ക് പ്രതീകാത്മകമായി പറഞ്ഞുകൊണ്ടാണ് ഉത്പാദനക്ഷമത ആണ്. എന്താണ് വേണ്ടത്? രാജ്യത്തിന് വേണ്ട സമ്പത്തിനെ ഉണ്ടാക്കുന്നവനാണ് വൈശ്യൻ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഊരു തദസ്യ യദ്വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത, കാലിൽ നിന്ന് ശൂദ്രനുണ്ടായി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എല്ലാവരും സർവേ ശൂദ്രാഹ ജായന്തേ സംസ്കാരാത് ദ്വിജ ഉച്യതേ. സംസ്കാരം കൊണ്ട് ദ്വിജൻ എന്ന് പറയുന്നു. പിന്നെന്താണ്? വേദം പഠിച്ചാലും ബ്രാഹ്മണനാകുന്നില്ല. വേദജ്ഞാനാത് ഭവേദ് വിപ്രഹ, അപ്പോഴും വിപ്രൻ എന്നേ പറയുന്നുള്ളൂ. ബ്രഹ്മജാനാതി ബ്രാഹ്മണ, ബ്രഹ്മത്തെ ബ്രഹ്മജ്ഞാനമുണ്ടായവൻ